ഞെട്ടിക്കുന്ന നടുക്കുന്ന വാർത്തയാണ് വരുന്നത്. മെഹനാസ് ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോവുകയാണ്. അതിനുശേഷം അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഊരുകയാണ്. അതിനെ വീഡിയോ ചെയ്ത് അവനോട് പറയിപ്പിക്കുകയാണ്, ഷഫാ മെഹനുവിന് അവിഹിതം ഉണ്ടെന്ന് നീ പറയണം, ഇല്ലെങ്കിൽ നിന്നെ ഞാനിപ്പോൾ തീർക്കും, നിന്നെ ഞാൻ അടിക്കും. ആ യുവാവ് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇല്ല, ഷഫക്ക് അവിഹിതമില്ല, ഇല്ലാത്ത കാര്യം ഞാൻ എന്തിനാണ് മെഹനാസെ പറയുന്നത്. അപ്പോൾ മെഹനാസും മെഹനാസിൻ്റെ സുഹൃത്തും ഈ യുവാവിന് അടിക്കുകയാണ്. അടിച്ചടിച്ച് അവൻ്റെ കാലിലടക്കം ഇവ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് മെഹനാസും മെഹനാസിൻ്റെ സുഹൃത്തും ഈ യുവാവിനോട് ആവശ്യപ്പെട്ടത് ഷഫാ മെഹനുവിന് അവിഹിതം ഉണ്ട് എന്ന് പറയണം, പറഞ്ഞില്ലെങ്കിൽ അടി. അങ്ങനെ മെഹനാസിന് വലിയൊരു കേസായിട്ടുണ്ട്. ഇത് വലിയ മുഖ്യധാര മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതാണ്. ഏഷ്യനെറ്റ് ന്യൂസും റിപ്പോർട്ടർ ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. ആ ഒരു വാർത്തയുടെ ക്ലിപ്പ് ഞാനിപ്പോൾ വെച്ച് തരാം. അതിനുശേഷം ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ സുഹൃത്തിന് 2 എണ്ണം കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു വാർത്തയുടെ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ, ആലുവയിൽ ഇൻഫ്ലുവൻസർമാരുടെ ഗുണ്ടായിസം, ഊബർ ഡ്രൈവർമാരെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി. ഇൻഫ്ലുവൻസർമാരായ ഫാസ്മിനിക്കും മേൻസിനുമെതിരെയാണ് പരാതി. കോഴിക്കോട് സ്വദേശിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വിവസ്ത്രനാക്കി മർദ്ദിച്ച് ദൃശ്യങ്ങൾ പകർത്തി. ഇതാണ് പരാതി. റാഫി കരീം നമുക്കൊപ്പം ചേരുന്നു. സുപ്രഭാതം റാഫി കരീം, എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് റാഫി? സുപ്രഭാതം സുജിയ. തീർച്ചയായും റീച്ചും എല്ലാം കഴിഞ്ഞിപ്പോൾ വിഷയം പോലീസ് കേസിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇൻഫ്ലുവൻസർമാരായ വലിയ ആരാധകരുള്ള മെഹനാസും ഒപ്പം തന്നെ ഫസ്മിനയുമാണ് ഇപ്പോൾ കേസിൽ പ്രതികളായിരിക്കുന്നത്. ഇവരടങ്ങുന്ന ഒരു സംഘം, അവർ 6 പേർ ചേർന്ന് ഊബർ ഡ്രൈവറായ കോഴിക്കോട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന പരാതി. ഈ സംഭവം നടക്കുന്നത് 2-ാം തീയതി പുലർച്ചെയാണ്. 2-ാം തീയതി പുലർച്ചെ ഈ മെഹനാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ മുൻ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള വാഹനമായിരുന്നു യൂബർ ഡ്രൈവർ ഓടിക്കുന്നത്. ഈ വാഹനം തിരികെ നൽകുന്നതിന് വേണ്ടി എത്തിയപ്പോഴായിരുന്നു മെഹനാസിൻ്റെയും ഒപ്പം തന്നെ ഫസ്മിനയുടെയും നേതൃത്വത്തിലുള്ള സംഘം റോഡിൽ തടഞ്ഞു നിർത്തി ഈ കോഴിക്കോട് സ്വദേശിയായ ഊബർ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചത്. ഈ മർദ്ദനത്തിന് ശേഷം ഫസ്മിനയുടെ ഭർത്താവിന് അവിഹിത ബന്ധമുണ്ട് എന്ന് വീഡിയോ ചിത്രീകരിക്കണം എന്ന് പറഞ്ഞു, അത് വീഡിയോയിൽ പറയണമെന്ന് പറഞ്ഞു. ഇത് നിഷേധിച്ചപ്പോഴായിരുന്നു കമ്പിവടി അടക്കം ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചത്. ഈ മർദ്ദനത്തിന് പിന്നാലെ ഇയാളെ വിവസ്ത്രനാക്കി വീഡിയോ ചിത്രീകരിച്ചു. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ആലുവ പോലീസിൽ പരാതി നൽകുന്നത്. ഓക്കെ, ഇതാണ് വാർത്ത. ആദ്യം ഫസ്മീനക്ക് ഞാൻ മറുപടി കൊടുക്കാം. ഫസ്മീന, നീ ഒരു സ്ത്രീയല്ലേ ഫസ്മീന? ഫസ്മീനക്ക് ഇപ്പോൾ കുറേ ഫാൻസ് ഉണ്ട്, ഇവൾ പറയുന്ന പച്ചക്കളവ് റിയൽ എന്ന് വിശ്വസിച്ച്. ആരാണ് ഫസ്മീന? ഫസ്മീനയോട് ഒരു കാര്യം പറയുകയാണ്, നിന്റെ ചരിത്രം എൻ്റെ വായിൽ നിന്ന് നീ തുറപ്പിക്കരുത്. തുറപ്പിച്ചു കഴിഞ്ഞാൽ ഫസ്മീന നീ കരയും. ആരാണ് നീ ഇന്ന് പഠിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നിന്റെ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നത് തൊട്ട്, തൊപ്പിയെ പ്രണയിച്ചത് തൊട്ട് ഇന്ന് വരെ ലല്ലുമായിട്ട് നീ ബ്രേക്കായ ഇന്ന് വരെയുള്ള നിന്റെ എല്ലാ ചരിത്രവും എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് എൻ്റെ വായിൽ നീ പറയിപ്പിക്കരുത്. ഓക്കെ, ഇവിടെ അതായത് ഈ പറഞ്ഞ റിഫ എങ്ങനെയോ മരിച്ചു കഴിഞ്ഞു. ഓക്കെ, അതിനുശേഷം ഷഫയും ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയാണോ? ഷഫാ മെഹനു കരഞ്ഞുകൊണ്ട് പറയുകയാണ്, മെഹനാസ് എന്നെ ആക്രമിക്കുന്നു, മെഹനാസ് എല്ലാ ദിവസവും എന്നെ അടിക്കുന്നു, മെഹനാസിൻ്റെ ആക്രമണം കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ ഈ ഷഫാ മെഹനു എങ്ങനെയെങ്കിലും മെഹനാസിൻ്റെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷം വീണ്ടും ഈ പറഞ്ഞ ഷഫയുടെ വില കളയുകയാണ്. ഷഫക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് വെറുതെ ഷൂട്ട് ചെയ്യിപ്പിക്കുകയാണ്. കണ്ടവന്മാർക്ക് പൈസ കൊടുത്ത് പറയിപ്പിക്കുകയാണ്. ഷഫ കണ്ടവൻ്റെ കൂടെ കിടന്നിട്ടുണ്ട്, പറയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പറഞ്ഞാൽ ഇവിടെ ഷഫയുടെ വില പോകുന്നുണ്ടല്ലോ. അങ്ങനെ എങ്ങാനും ഷഫ ആത്മഹത്യ ചെയ്യണമെന്നാണ് ഇവറ്റകൾ വിചാരിക്കുന്നത്. നാണമുണ്ടോ ഇവറ്റകൾക്ക്? മെഹനാസിനോട് 2 എണ്ണം കൊടുത്തിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. മെഹനാസെ, റിഫയെ നീ കൊന്നു. അതായത് റിഫ എന്തിന് ആത്മഹത്യ ചെയ്തു എന്ന് നിന്നോട് ചോദിച്ചപ്പോൾ നീ പറഞ്ഞത് റിഫക്ക് പല ആണുങ്ങളുമായിട്ട് ബന്ധം, അവിഹിത ബന്ധം. അത് ഞാൻ ചോദിച്ചപ്പോൾ അവൾ ആത്മഹത്യ ചെയ്തു എന്നാണ്. ഇവിടെ ഈ കേസിൽ നീ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. നിന്റെ ഭാര്യമാർക്ക് മാത്രം എന്താണ് മെഹനാസെ ഇങ്ങനെയുള്ള അവിഹിതം? അതിൻ്റെ അർത്ഥം നിനക്ക് സംശയരോഗമെന്നാണ്. നിന്റെ ഈ ഒരു സംശയരോഗം എത്രയും പെട്ടെന്ന് നീ മാറ്റണമെന്ന് മെഹനാസിനോട് ഞാൻ ആദ്യം പറയാം. എന്താണ് മെഹനാസെ? ചാവാനില്ലേ മെഹനാസെ? മരിക്കാനില്ലേ മെഹനാസെ? റിഫ എന്ന പൊന്നുമോൾ മരിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ബാപ്പക്ക് മെസ്സേജ് അയക്കും, ബാപ്പ എന്നെ മെഹനാസ് അടിക്കുന്നു, ബാപ്പ എനിക്കൊരു സുഖവും ഇല്ല ബാപ്പ,
മെഹനാസ് എന്നെ എല്ലാ ദിവസവും സംശയത്തിൻ്റെയാണ് കാണുന്നത്, എന്നെ എല്ലാ ദിവസവും അടിക്കുന്നുണ്ട്, എൻ്റെ മോനെയും അടിക്കുന്നുണ്ട് ബാപ്പ, എനിക്ക് ഈ ബന്ധം വേണ്ട ബാപ്പ, എന്നെ എങ്ങനെ രക്ഷിക്കണം ബാപ്പ എന്ന് പറഞ്ഞിട്ട് റിഫ എല്ലാ ദിവസവും ഈ ബാപ്പക്ക് മെസ്സേജ് അയക്കുന്നു. പാവം ഈ ബാപ്പ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, റിഫയുടെ ഫാമിലി എന്ന് പറയുന്നത് ചെറിയൊരു കുടുംബമാണ്, വലിയ പൈസയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നോർമൽ ഫാമിലിയാണ്. അപ്പോൾ ഈ ബാപ്പയും ഉമ്മയും പറയുകയാണ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടി റിഫ, ഭർത്താവല്ലേ അവൻ നോക്കും നിന്നെ, നീ എന്തിനാണ് ഇങ്ങനെ നിരന്തരം കംപ്ലൈൻറ്റ് പറയുന്നത്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ് റിഫ റിഫ എന്ന് പറയുകയാണ്. ഇങ്ങനെ എല്ലാ ദിവസവും റിഫ മഹന് പാവം കരഞ്ഞുകൊണ്ട് സ്വന്തം ഉമ്മയോടും ഉപ്പയോടും പറയുകയാണ്, പറ്റുന്നില്ല, സംശയ രോഗിയാണ് ഇവന്, മെഹനാസിന് വല്ലാത്ത സംശയമാണ്, സംശയത്തിൻ്റെ പേര് പറഞ്ഞിട്ട് എന്നെ ആക്രമിക്കുന്നു, എന്തെങ്കിലും ഒന്ന് ചെയ്യ് ബാപ്പ എന്ന് പറയുമ്പോൾ ഈ പൊന്നു ബാപ്പ വീണ്ടും വാർണിംഗ് കൊടുക്കുകയാണ്, ഭർത്താവല്ലേ നീ, അതായത് ഞങ്ങൾ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല, നീ അവനെ വിട്ട് വന്നാൽ നിന്നെ ഞങ്ങൾ എങ്ങനെ കല്യാണം കഴിപ്പിച്ച് വിടും, എങ്ങനെയെങ്കിലും അവൻ്റെ കൂടെ പൊരുത്തപ്പെട്ട് ജീവിക്കുമെന്ന് പറയുകയാണ്. പൊന്നുമോൾ അവസാന നിമിഷം ആരോട് പറയാൻ മെഹനാസിൻ്റെ ഈ ദുരന്തം, ആരോട് പറയാൻ മെഹനാസിൻ്റെ ക്രൂരത, ആരും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തതാണോ കൊന്നതാണോ എന്ന് എനിക്കറിയില്ല. അത് ആത്മഹത്യ ചെയ്തതെങ്കിൽ മെഹനാസ് എല്ലാ ദിവസവും ടോർച്ചർ ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന, ടോർച്ചർ കേട്ട് സഹിക്കാതെയാണ് റിഫ എന്ന പൊന്നുമോൾ ആത്മഹത്യ ചെയ്തതെങ്കിൽ അതിൻ്റെ കാരണം. പിന്നെ വക്കീൽ പറയുന്നത്, റിഫയുടെ കേസ് വാദിക്കുന്ന വക്കീൽ പറയുന്നത് ഈ പറഞ്ഞ മെഹനാസ് കൊന്നത് എന്നാണ്. ഒരു ഊക്സ് പോലുമില്ല, ഒരു ഫാന് പോലും ഇല്ലാത്ത റൂമിലാണ് റിഫ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത്. അതായത് മെഹനാസ് തന്നെ കൊന്നു കളഞ്ഞതെന്നാണ് വക്കീൽ പറയുന്നത്. അപ്പോൾ ഈ മെഹനാസിൻ്റെ കൂടെ എന്തിനാണ് ഫസ്മീന കൂടുന്നത്? ഈ മെഹനാസിൻ്റെ കൂടെ എന്തിനാണ് ഫസ്മീന നീ? നിനക്ക് നാണമില്ലേ ഫസ്മീന? നിനക്ക് നാണമുണ്ടോ? നിൻ്റെ ചരിത്രം, ഞാൻ ഇവളുടെ ചരിത്രം കുറച്ച് പഠിച്ചു, ഫസ്മീനയുടെ ചരിത്രം. ഫസ്മീന നിൻ്റെ മറ്റേ വാടകൻ്റെ ഒരു ഇഷ്യൂ ആയിനല്ലോ, ദുബായിലോ എവിടെയോ വെച്ചിട്ട് വാടക തന്നിട്ടില്ല നിൻ്റെ ഏതോ ഫ്രണ്ട്, അവിടെ മുതൽ നിൻ്റെ കഥ എനിക്കറിയാം ഫസ്മീന. എന്നെക്കൊണ്ട് നീ വായി തുറപ്പിക്കരുത്, ഓക്കെ? തുറപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ വിഷമാണ്, ഞാൻ എല്ലാം വിളിച്ച് പറയും. പക്ഷെ ഞാനിപ്പോൾ തൽക്കാലം അതായത് ഷഫയെ നീ ജീവിക്കാൻ അനുവദിക്കണം. കാരണം ആരോരുമില്ലാത്തൊരു പെൺകുട്ടിയാണ് ഷഫ മഹനു. നിന്റെ ഭർത്താവുമായിട്ട് അവൾക്ക് പ്രണയമുണ്ടെന്ന് നീ വെറുതെ പറയുകയാണ്. ഇപ്പോൾ നോക്കൂ, ഈ ഒരു ഊബർ ഡ്രൈവറെ എന്തിനാണ് അടിച്ചത്? ഈ ഷഫ മഹനുവിന് ലല്ലുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്ന് അവനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ആ ചങ്ങായി പാവം നല്ല മനുഷ്യനായതുകൊണ്ട് പറയുകയാണ്, ഇല്ല അങ്ങനത്തെ ഒരു ബന്ധമില്ല, ഷഫ മഹനുവിന് അങ്ങനെ ഒരു ബന്ധമില്ല, ഇതൊക്കെ വെറുതെ പറയുന്നത് എന്ന്. അതിന് അടിച്ചിട്ട് പല്ല് തെറിപ്പിക്കുമെന്നാണ് കേൾക്കുന്ന വിവരം. അപ്പോൾ മെഹനാസിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം. മെഹനാസിന് വാർണിങ്ങും കാര്യങ്ങളൊന്നും കൊടുക്കരുത്. അവനൊരു ക്രൂരനാണ്, അവനൊരു സൈക്കോപാത്താണ്. അല്ല, സൈക്കോ അല്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ പെരുമാറാൻ പറ്റുമോ പെൺകുട്ടികളോട്? നിങ്ങൾ തന്നെ പറയണം. സൈക്കോ അല്ലാത്ത, അതായത് റിഫ മരിച്ചതിന് ശേഷം വേറെ ആരായെന്ന് ഇപ്പോൾ കല്യാണം, ഞാനൊരു കാര്യം പറയാം, റിഫ മരിച്ചിട്ട് വെറും 2 മാസമാകുമ്പോഴാണ് യോൻ ഷഫയെ പ്രണയിക്കുന്നതും. അതിനുശേഷം പാവം റിഫയുടെ ഉമ്മയും ഉപ്പയും കരഞ്ഞുകൊണ്ട് കാദർ കരിപ്പുവാടിക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്ന ആ സമയത്ത് ഇവൻ്റെ റീൽ വരികയാണ് ഷഫയോടൊപ്പം ചിരിച്ചുകൊണ്ട്, ഇങ്ങനെ ഞങ്ങൾ 2 പേരും ഒരുമിച്ച് അങ്ങനെ മറ്റത് മറിച്ചെന്ന് പറഞ്ഞിട്ട്. അത് നിനക്ക് ദൈവം തന്നതാണ് മെഹനാസെ. അതായത് റിഫയുടെ മാതാപിതാക്കൾ കരഞ്ഞ് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഇവന് ആഘോഷിച്ചതാണ്, എനിക്ക് ഷഫയെ കിട്ടി, റിഫയേക്കാൾ നല്ല പെണ്ണിനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് സ്റ്റോറി അടക്കം ഇട്ടവനാണ് ഈ പറയുന്ന മെഹനാസ്. നാണമുണ്ടവന്? അങ്ങനെയുള്ള മെഹനാസിന് ഇത് ദൈവമല്ലാതെ പിന്നെ ആരാണ് കൊടുക്കുന്നത്? നിങ്ങൾ തന്നെ പറയണം, ഓക്കെ? അങ്ങനെയുള്ള സൈക്കോ പാത്താണ്. നോക്കൂ നിങ്ങൾ, ഇവരെ ഷഫയുടെ കേസും റിഫയുടെ കേസും നമുക്ക് പഠിക്കുമ്പോൾ രണ്ടും സെയിം ആണ്. അവിഹിതമുണ്ടെന്നാണ് മെഹനാസ് പറയുന്നത്. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ? എന്തൊരു ഹലാക്കിൻ്റെ ഡൗട്ടാണ് ഇവന് മരിച്ചു പോകാനില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ മോശം. ഒരു കാര്യം കൂടി, ഇത്രയും പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി പറയുകയാണ്, മെഹനാസെ നീ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ മെഹനാസെ നിൻ്റെ സ്വന്തം മോനായ അസാനുവിന് ഒരു ഡ്രസ്സിൻ്റെ കഷ്ണം നീ മേടിച്ചു കൊടുക്കോ. അതായത് ഞാനൊരു വീഡിയോ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മെഹനാസിനെതിരെ. എടാ മെഹനാസെ, എന്തുകൊണ്ട് നീ ഒരു ചോക്ലേറ്റിൻ്റെ കഷ്ണം പോലും അസാനിന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മെഹനാസ് അതിൽ കമൻ്റ് ഇട്ടത്, മെഹനാസ് എന്നോട് പറഞ്ഞത്, ഞാൻ ബ്രോ ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം അസാനുവിന് എന്തെങ്കിലും അസുഖമായി കഴിഞ്ഞാൽ ഞാൻ അതിൽ വിഷം ചേർത്തു എന്ന് പറയും, അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഞാൻ ചോക്ലേറ്റ് കൊടുക്കാത്തത് എന്നാണ് മെഹനാസ് എന്നോട് പറഞ്ഞത്. അതേ മെഹനാസിനോട് ഒരു കാര്യം പറയുകയാണ്, ഡ്രസ്സിൻ്റെ കഷ്ണം കൊടുത്താൽ എന്താ? ഒരു ഡ്രസ്സിൻ്റെ കഷ്ണം, നിന്റെ മോനല്ലേ എന്തില്ലെങ്കിലും, നിന്റെ ചോരയല്ലേടാ. അവിഹിതവും മറ്റത് പറഞ്ഞ നീ എന്ത് വേണമെങ്കിലും പറയ്. ജംഷാദ് റിഫയെ തോണ്ടി എന്നൊക്കെ പറഞ്ഞ ആളാണ് നീ, പറയ്, പ്രശ്നമില്ല. നീ റിഫയുടെ മയ്യത്തിനെ വിറ്റിട്ട് ജീവിക്ക്, പ്രശ്നമില്ല, ഞാനൊന്നും പറയുന്നില്ല. നീയും പടച്ച റബ്ബും തമ്മിലുള്ളതാണ്. പക്ഷെ മെഹനാസെ, ആ പൊന്നുമോന് ഒരു പെരുന്നാൾ വരുമ്പോലും ഒരു എന്ത് വരുമ്പോലും ഒരു ഡ്രസ്സിൻ്റെ കഷ്ണം പോയിട്ട് ഒരു എന്തെങ്കിലും നീ മേടിച്ച് കൊടുത്ത മെഹനാസെ, നാണമുണ്ടോ നിനക്ക്? അപ്പോൾ തൽക്കാലം മൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ വരാം.